അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അരമനെ വന്ന് കാണുമായിരുന്നല്ലോ. വയ്യാത്ത ശരീരം വെച്ച് എന്തിനാ ഇത്രയും ദൂരം വണ്ടിയില്? വന്നാട്ടെ. വയ്യാഴിയ ശരീരത്തിനേ ഉള്ളൂ, മനസ്സിനില്ല. ഇവിടെ അടുത്തൊരു അച്ഛന്റെ പൗരോഹിത്യം ജോലി. അവിടം വരെ വന്നിട്ട് തന്നെ കാണാതെ പോകാൻ മനസ്സ് വന്നില്ല. മാത്രമല്ല പറയാനും ചിലതുണ്ട്. ഇരുന്നാട്ടെ. റവന്യൂ മന്ത്രി കുരുവിള ജോർജുമായിട്ട് താനൊന്ന് കോർത്തു അല്ലേ? അങ്ങനെ വേണ്ടി വന്നു. സൂക്ഷിക്കണം, വിഷ, മുന്തിയ വിഷം. തീണ്ടാപ്പോടെ അകലെ നിർത്തിയില്ലെങ്കിൽ അപകട. ഇരിപ്പരമനയിലാണെങ്കിലും നാട്ടിൽ നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ പല വിഷയങ്ങളെക്കുറിച്ചും വിവരം കിട്ടും. അങ്ങനെ കിട്ടിയതാ. അത് താനും കൂടെ അറിയണമെന്ന് വിചാരിച്ചു. ഇവിടെ അങ്ങ് തലസ്ഥാനത്തുമായി ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. തനിക്കെതിരെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരുങ്ങുന്നുണ്ട്. അറിയാൻ തിരുമേനി, എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ചിലത് നമ്മളെ തേടി വരാതിരിക്കില്ലല്ലോ. ഇതത്ര നിസ്സാരമല്ല. അക്ഷൗഹിണിയിൽ പല പ്രമാണിമാരും ഉണ്ട്. അവരെല്ലാവരും ചേർന്ന് ചക്രവ്യൂഹം തീർക്കും തനിക്ക് കിട്ടും. അത് ഭേദിക്കാൻ തൻ്റെ കൂടെ ഉണ്ടോ ഒരു അഭിനവ അഭിമന്യു? ഇയാള് മകനാ അച്ചു. താനല്ലേ രാവിലെ വഴിയിലോ? അതെ, വഴിയില്. അവിടെ റോഡ് പണി നടക്കായിരുന്നേ അച്ഛാ. അതുകൊണ്ട് ഒരു സൈഡ് ബ്ലോക്ക് ചെയ്ത് മറ്റേ സൈഡിലൂടെ മാത്രമാണ് വണ്ടികൾ വിട്ടിരുന്നത്. സിഗ്നൽ കിട്ടി ഞാൻ വണ്ടി എടുത്തപ്പോ എതിർവശത്തോടെ സിഗ്നൽ തെറ്റിച്ച് വേറൊരു വണ്ടി. മുഴുവൻ ബ്ലോക്കായി തിരുമേനിയുടെ കാറ് കാരണം. പിന്നെ പുരോഹിതനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ റിവേഴ്സ് എടുത്തു. അത്രേ ഉള്ളൂ അല്ലേ? മാധവ, ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തു. ചക്രവ്യൂഹം ഭേദിക്കാൻ ഇവൻ മതി. ഇവനാണ് തൻ്റെ അഭിമന്യു. ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഏത് യുദ്ധവും ജയിക്കാൻ തനിക്ക്. നിസ്സാരായിട്ട് മനസ്സിലായില്ലല്ലേ? ഇല്ല. കാര്യം ക്രിസ്തീയ പുരോഹിതനാണെങ്കിലും ജ്യോതിഷത്തിലും ഭാരതീയ തത്വചിന്തയിലും ഒക്കെ വലിയ താല്പര്യം എനിക്ക്. ആ താല്പര്യമാണ് ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്. ഇയാളുടെ ജാതകത്തിൽ ഇപ്പോ അഷ്ടമത്തിലാ വ്യാഴം. ശനി ജന്മത്തിലും. നടക്കാൻ പാടില്ലാത്ത പലതും നടക്കും. ആകാശം ഇടിഞ്ഞ് തൂങ്ങും. ഇടിയും പേമാരിയും കൊടുങ്കാറ്റും വരും. അന്നേരം നോഹയുടെ പേടകം പോലെ ചന്ദ്രഗിരിയെയും മാധവനെയും രക്ഷിച്ചു നിർത്താൻ കൂടെ തന്നെ വേണം താൻ. മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരുപാട് കാലം പഠിച്ചിരുന്നെങ്കിലോ. തിരുമേനി എന്തൊക്കെയാ പറയുന്നേ? കുന്തം എവിടെ? അവള് ലച്ചു, അവളോട് ചോറെടുത്ത് വെക്കാൻ പറ. നല്ല വിശപ്പ്. ലച്ചു, അതെന്തിനാ രാവിലെ നടന്നൊന്നും അച്ഛനോട് പറയാതിരുന്നതിന്? നീ ദാനധർമ്മം ചെയ്യുന്ന രഹസ്യമായിരിക്കാൻ. നിന്റെ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. എന്തോന്ന്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ചന്ദ്രഗിരി മാധവൻ ആ നാറിക്കെതിരെ പൊരുതി തോറ്റ് നാണം കെട്ട് ഏതെങ്കിലും പത്തായത്തിൽ നരകച്ച് തീർക്കേണ്ടി വരുമല്ലോ ഭഗവാനെ. ഇനിയുള്ള കാലം ഒന്ന് ആലോചിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് സത്യത്തിൽ നിങ്ങളുടെ വിളി വരുന്നത്. അങ്ങനെ അങ്ങ് പോരാൻ പറ്റുമോ? ബെല്ലാരിയിലെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്നതാന്നാ മൂന്ന് വിചാരിച്ചിരിക്കുന്നത്? കർണാടക മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന മറ്റേ റെഡ്ഡി ബ്രദേഴ്സും ആന്ധ്രയിലെ മകൻ റെഡ്ഡിയും പിന്നെ ഏതാണ്ട് ഇവരും ഒരൊറ്റ ടീമാ. ആ ഹേമലത ഗുണ്ടപ്പയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോ ഇവരുടെ സെറ്റപ്പ് ഞാൻ കണ്ടതാ. എന്റെ പള്ളി, നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിന്റെ മേലെ വരും ഇവരുടെ ആസ്തി. ബല്ലാരി ಜನರು ನಮ್ಮನ್ನ ಕರೆಯೋಡ ರಾಜ ಅಂದ್ರ ചേട്ടാ, നമ്മൾ സഹ്യന് ഇപ്പുറം എത്തി. ഇനി കന്നഡ വേണ്ട. കേട്ടോ മൂന്ത, ചന്ദ്രഗിരി മാധവൻ നിങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ ലിസ്റ്റിലും 1-ാം പേരുകാരനാ. ചിതലെടുത്ത് ദ്രവിച്ചു പോകാത്ത പകയുടെ ഓലക്കെട്ടുകൾ ഒരുപാടുണ്ട് ഇവിടെ ഈ നെഞ്ചിൽ. ഹേമലത ഗുണ്ടപ്പയുടെ കയ്യിൽ നിന്നും ഇയാളെയും കൂട്ടരെയും രാജ്യം എടുത്തുകൊണ്ട് പോകുമ്പോ ഞങ്ങളൊരു വിദേശ ടൂറിലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ അന്ന് അവിടെ വെച്ച് കുഴിച്ചു മൂടിയനയാളെ.
ചോദിക്കുന്നതുകൊണ്ട് വിരോധമൊന്നും തോന്നരുത്. ഞങ്ങൾ ചെറിയ പള്ളിക്കാർക്ക് മാധവനോടുള്ള പകയ്ക്ക് അതിൻ്റെതായ കാരണമുണ്ട്. ഞങ്ങളുടെ ക്വാറികൾ മുഴുവൻ പൂട്ടിപ്പിച്ച് ഞങ്ങളുടെ വരുമാനം തടഞ്ഞയാളാ. പക്ഷേ നിങ്ങൾ ബെല്ലാരി കിടക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ മാധവനുമായിട്ട്? അതൊരു പഴയ ചരിത്രം, 10-30 വർഷം മുമ്പുള്ള ചരിത്രം. അധികാരത്തിന്റെ ഇടനാഴിയിലെന്ന് മാധവൻ എന്ന പേര് പിച്ച വെക്കുന്നതേ ഉള്ളൂ. ചന്ദ്രഗിരി തോട്ടങ്ങളിൽ ഇന്ന് കാണുന്ന പ്രതാപത്തിന്റെ വിത്തുകൾ മുളച്ചു തുടങ്ങിയിട്ടില്ല. മാധവന്റെ അപ്രമാദിത്വം, അതിന് വഴങ്ങിക്കൊടുക്കാതെ ചങ്കുറ്റത്തോടെ പ്രതികരിച്ച ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, രാമദത്തനുണ്ണി, ഞങ്ങളുടെ അച്ഛൻ. അച്ഛനുമായുള്ള യുദ്ധത്തിൽ പക്ഷേ ജയം മാധവന്റെ പക്ഷത്തായിരുന്നു. നാടും വീടും വിട്ട് മല കടന്നു പോണം, അതായിരുന്നു കൽപ്പന. പടയും പടക്കോപ്പൊന്നുമില്ലാത്ത അച്ഛന് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നു. മക്കളായ ഞങ്ങളെ 3 പേരെയും വാരി പിടിച്ച് ഒരു ലോറിയിൽ നാട് കടക്കുമ്പോൾ അച്ഛന്റെ മുഖത്ത് തോറ്റുപോയവന്റെ സങ്കടമായിരുന്നു. ആദ്യം മംഗലാപുരം, പിന്നെ മൈസൂർ. അവിടെ വെച്ചാ അച്ഛൻ മരിക്കുന്നത്. സർക്കാർ ആശുപത്രിയുടെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത തണുത്ത് മരവിച്ച കോൺക്രീറ്റ് ബെഞ്ചിൽ കിടന്ന് ഉറക്കത്തിലായിരുന്നു. പാതി തുറന്ന അച്ഛന്റെ കണ്ണുകൾ തിരുമിയടയ്ക്കുമ്പോൾ മനസ്സിൽ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാധവൻ. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും അയാളിലേക്ക് എത്താനുള്ള വാശിയായിരുന്നു. പണം, പദവി, പ്രതാപം പകരം ചോദിക്കാൻ വരുമ്പോ കായബലത്തിനൊപ്പം ഇതും കൂടി വേണമെന്ന് അറിയാവുന്നത് കൊണ്ട് ഉറക്കമില്ലാതെ അധ്വാനിച്ചു. നല്ലതും ചീത്തയുമായ ഒരുപാട് വഴികൾ. ഇന്നിപ്പോ അന്നപൂർണയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, ഒന്നും. സാർ, ആ ചെറുക്കൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. ഓ, അവൻ മാധവന്റെ മോനാ, ചന്ദ്രഗിരിയിലെ മാധവന്റെ മോൻ. അപ്പൊ ഹരിശ്രീനി വേറെ കുറിക്കണ്ട, മകനിലൂടെ അച്ഛനിലേക്ക്, അല്ലേ ഏട്ടാ? കേട്ടോ കുരുവിളെ, ഇങ്ങോട്ട് വരാനുള്ള യാത്രയിൽ വണ്ടിയിലിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, എന്തേ ഈ യാത്ര ഇത്രയ്ക്ക് താമസിച്ചത്? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. കാലം ഓരോന്നിനും ഓരോ മുഹൂർത്തം കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇടയാനൊരു മുഹൂർത്തം, കൊന്നു കുഴിച്ചു മൂടാൻ ഒരു മുഹൂർത്തം. പക്ഷേ ആള് മാത്രം പോരാ, മാധവൻ ചില്ലറക്കാരനല്ല. അറിയാടോ, ആളിന് പുറകെ അർത്ഥം വരും, ആയുധം വരും. മാധവന്റെ ശരീരത്തിൽ നിന്നും പഞ്ചപ്രാണനികൾ ഒരു ഇല കൊഴിയുന്ന ചെറു ശബ്ദം പോലും ഉണ്ടാക്കാതെ പറന്നകലാൻ വേണ്ടുന്ന സകലതും വരും. ദഹിപ്പിക്കാനുള്ള ചന്ദനമുട്ടി അടക്കം. മതി, അത് മതി. ജയ് ഹിന്ദ്. ലക്ഷണം കണ്ടിട്ട് കള്ളനോട്ടാണെന്നാ തോന്നുന്നത്. ഇവ മറ്റവനാ വർഗീസേ. പാകിസ്ഥാനിലെ സർക്കാർ പ്രസ്സുകളിൽ അടിച്ച ഒറിജിനൽ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ISA മണി. കിട്ടിയോ ഡ്രൈവറെ കുറിച്ച് എന്തെങ്കിലും വിവരം? ഇല്ല സർ, പക്ഷേ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഇവിടെയുള്ള എല്ലാ വഴികളും നമ്മൾ അടച്ചു കഴിഞ്ഞു. അന്വേഷിക്കണം സർ. എന്ത് ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിലും ഉടനെ തന്നെ അറിയിക്കണം സർ. നായിന്റെ മോൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, കാശും കൊണ്ട് വരുമ്പോ അഭ്യാസം കാണിക്കരുതെന്ന്. SP നാട് മുഴുവൻ ഒറ്റുവല വിരിച്ചു വെച്ചിരിക്കുക ഇവനെ പിടിക്കാൻ. ഞാൻ ഇവൻ എവിടെ ഒന്ന് കൊണ്ടുപോയി ഒളിപ്പിക്കുക. നിങ്ങൾ വിഷമിക്കണ്ട, ഇവന്റെ നിഴല് പോലും പുറത്തു വരാത്ത രീതിയിൽ ഞാൻ കൊണ്ടുപോയി ഒളിപ്പിച്ചോളാം. ആരാ മനസ്സിലായില്ല? ഞങ്ങൾ ആര്? അതല്ല SP സാറേ ഇവിടുത്തെ പ്രശ്നം. എത്ര? ഹൗ മച്ച്? വാട്ട് യു മീൻ? അതും മനസ്സിലായില്ല. മറ്റെന്ത് മനസ്സിലായില്ലെങ്കിലും ചത്ത് മലർന്ന് കിടക്കുമ്പോ പോലും കാക്കിയിട്ട ചിലർക്കെങ്കിലും മനസ്സിലാകുന്ന ഒരേ ഒരു ചോദ്യം, ഹൗ മച്ച്. പിന്നെ മനസ്സിലായില്ല. വില ഉറപ്പിക്കാൻ വന്നതാ ഞങ്ങള്. സാർ അന്വേഷിക്കുന്ന ആംബുലൻസ് കറൻസി കേസ് ആരംഭ ദിശയിൽ തന്നെ അലസിപ്പിക്കാൻ, സ്ക്രാപ്പ് ചെയ്യാൻ, പകരം എന്ത് വേണമെന്ന് നിശ്ചയിക്കാൻ. എല്ലാം ഇവിടെ അവസാനിക്കണം, ഈ ടേബിളിൽ. ഇപ്പൊ മനസ്സിലായോ? എനിക്കുള്ള പ്രൈസ് ടാഗുമായിട്ട് നീ ഇറങ്ങിയിരിക്കാ. ഈ
വിലയൊത്തില്ലെങ്കിൽ വിലപേശലില്ലാത്ത ലോകത്തേക്ക് പറഞ്ഞു വിടുന്നതിനെ അതാ ഞങ്ങളുടെ ഒരു രീതി. (24x1) 24 മണിക്കൂർ സമയം തരൂ ആലോചിക്കാൻ. അത് കഴിഞ്ഞ് ഒരു നിമിഷം വൈകില്ല. വൈകിയ പിന്നെ ആ ഒരു നിമിഷം കാണാൻ ബാക്കി ഉണ്ടാവില്ല ഈ ശരീരം.